ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. 1-3 ഗോളുകൾക്കാണ് മെക്സിക്കൻ ക്ലബ്ബായ പച്ചൂക്കയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ബെല്ലിംഗ്ഹാം, ആർദ ഗുലർ, ഫെഡെ വാൽവർദെ എന്നിവരായിരുന്നു റയലിന് വേണ്ടി ഗോളുകൾ നേടിയത്. മത്സരത്തിന്റെ 7ാമത്തെ മിനിറ്റിൽ തന്നെ പ്രതിരോധ നിര താരമായ റൗൾ അസെൻസിയോ റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയായിരുന്നു. ഇത് റയലിന് വലിയ തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. അതായത് റൗൾ അസെൻസിയോ ലാസ്റ്റ് മാനെ ഫൗൾ ചെയ്യുകയായിരുന്നു. ഇതോടുകൂടിയാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചത്. ഇത് റയലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് പിന്നീട് റയലിന് കളിക്കേണ്ടി വന്നത്. പക്ഷെ കൃത്യമായ ഇടവേളകളിൽ ഗോളുകൾ നേടിക്കൊണ്ട് വിജയം സ്വന്തമാക്കാൻ റയലിന് കഴിഞ്ഞു. മാത്രമല്ല റയലിന്റെ ഗോൾ കീപ്പറായ കോർട്ടുവ മികച്ച പ്രകടനമാണ് നടത്തിയത്. അതും അവർക്ക് തുണയായി എന്ന് പറയേണ്ടി വരും. ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ റൗൾ അസെൻസിയോ അത്തരം ഒരു ഫൗൾ ചെയ്തുകൊണ്ട് റെഡ് കാർഡ് വാങ്ങിച്ചത് ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. ഇതേക്കുറിച്ച് റയലിന്റെ പരിശീലകനായ സാബിയും മറ്റു താരങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. സാബി പറഞ്ഞത് ഇങ്ങനെയാണ്: അസെൻസിയോ ആ മിസ്റ്റേക്ക് ഒഴിവാക്കണമായിരുന്നു. പക്ഷേ 10 പേരായി ചുരുങ്ങിയിട്ടും വളരെ പക്വതയോടുകൂടി ഞങ്ങൾ കളിച്ചു. ഇതാണ് റയലിന്റെ കോച്ചായ സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ജൂഡ് ബെല്ലിംഗ്ഹാം പറഞ്ഞത് ഇങ്ങനെയാണ്: അസെൻസിയോ ഒരു യുവതാരമാണ്. ഈ മിസ്റ്റേക്കുകളിൽ നിന്നും അവൻ എന്തായാലും പഠിക്കും. ഇതാണ് ജൂഡ് പറഞ്ഞിട്ടുള്ളത്. ഗോൾ കീപ്പറായ കോർട്ടുവ പറഞ്ഞത് ഇപ്രകാരമാണ്: തുടർച്ചയായി 2ാം മത്സരത്തിലാണ് ഒരേ മിസ്റ്റേക്ക് ഈ താരം വരുത്തി വെക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അക്കാര്യത്തിൽ നാം സ്മാർട്ട് കാണിക്കണം. ഇതാണ് ഗോൾ കീപ്പറായ കോർട്ടുവ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ അൽ ഹിലാലിനെതിരെയുള്ള മത്സരത്തിൽ ഇതിന് സമാനമായ ഒരു ഫൗൾ അസെൻസിയോ നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായി കൊണ്ട് റയലിന് പെനാൽറ്റി വഴങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു. തുടർച്ചയായ 2ാമത്തെ മത്സരത്തിലാണ് ഈ താരം ഇപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.